നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളുടെ നിരന്തരമായ ആവർത്തനത്തെയാണ് ആദ്യം എന്ന് വിളിക്കുന്നത്. പ്രശ്നങ്ങൾ വന്നെത്തുന്നതിന് മുമ്പേ എൻ്റെ പലിശ മുൻകൂറായി ഈടാക്കുന്നത് പോലെയാണ് ഇത്. ഇതുപോലെയാണ് നമ്മൾ നാളെ എന്താകും ഇന്നിവിടെ എപ്പോഴും നാളത്തെ കാര്യം അല്ലെ ഇന്നലത്തെ കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. നീ ഇന്നലെ കഴിഞ്ഞു പോയ കാലത്തിൽ അല്ല വരാൻ പോകുന്ന കാലത്തിൽ. അതാണ് നമ്മൾ വൃദ്ധാശ്രമത്തിൽ ചെന്നാലും പല അമ്മമാരും എന്നെ അവർ നോക്കുന്നില്ല, ഇവർ നോക്കിയില്ല, അവരോട് വേണ്ടിയില്ല, വന്ന് കണ്ടില്ല, അവരെൻ്റെ എഴുതി മേടിച്ച് ഇവരെൻ്റെ എഴുതി മേടിച്ച് ഈ 10 പൈസ തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിന് പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ട് നമുക്ക് നാമം ജപിക്കാനും പറ്റുന്നില്ല. ദുഃഖിച്ച് ഈ പരാതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. അത്രയും സമയം ജപിക്കുകയാണെങ്കിൽ അത് നമുക്കും ഗുണം. ഇനി ഒരു അറിവില്ലാത്ത കുഞ്ഞ് അടുത്ത തലമുറ ജനിക്കത്തുമില്ല. ഇപ്പം ജനിച്ച കുഞ്ഞിനും ഭാവിയിലൊരു മാറ്റം ഉണ്ടാകാം.